10ാം നാളും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാൻ ആക്രമണം തുടരുകയാണ്. സൗദിക്ക് നേരെ ഇന്നലെ രാത്രിയും ഡ്രോൺ മിസൈൽ ആക്രമണ നീക്കങ്ങളുണ്ടായി. അൽഖർജിൽ നടന്ന ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യക്കാർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തള്ളി സൗദിയിലെ ഇന്ത്യൻ എംബസി. ഒരു ഇന്ത്യൻ പൌരന് ആക്രമണത്തിൽ പരിക്കേറ്റതായും എംബസി അറിയിച്ചു. വിവരങ്ങളുമായി സൗദി അറേബ്യയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ചേരുകയാണ്. ജലീലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ നടപടികളാണ് സർക്കാർ എടുത്തിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണ, ഹാഷ്മി, സൗദിക്ക് നേരെ നിരന്തരം ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ രാത്രിയും പുലർച്ചെയുമായി 8 ഡ്രോണുകളും 2 മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം ഉണ്ടായി. റിയാദ്, ഷൈബ എണ്ണപ്പാടം, ഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്, അൽജൌഫ് തുടങ്ങിയ സ്ഥലങ്ങൾക്കെതിരെയാണ് ആക്രമണം ഉണ്ടായത്. ഏറ്റവും ഖേദകരമായ കാര്യം സൗദിയിൽ ആദ്യമായി മരണം ഇന്നലെ റിപ്പോർട്ട് ചെയ്തു എന്നതാണ്. അൽഖർജിൽ ഒരു ക്ലീനിംഗ് കമ്പനിയുടെ താമസ സ്ഥലത്ത് ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ 2 പേരാണ് മരിച്ചത്. അതിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 2 പേരും മരിച്ചു എന്നായിരുന്നു നേരത്തെ സിവിൽ ഡിഫൻസ് അറിയിച്ചത്. പിന്നീട് മരിച്ച 2 പേരും ബംഗ്ലാദേശ് പൗരന്മാരാണ് എന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഇന്ത്യക്കാരും മരിച്ചിട്ടില്ല എന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസിയും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 11 ബംഗ്ലാദേശ് പൗരന്മാർക്കും ഒരു ഇന്ത്യക്കാരനും ഈ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇന്ത്യൻ എംബസി പ്രതിനിധി കമ്മ്യൂണിറ്റി വെൽഫെയർ കൗൺസിലർ വൈ സാബിർ പരിക്കേറ്റ ഇന്ത്യക്കാരനെ ആശുപത്രിയിൽ സന്ദർശിച്ചു. അൽഖർജിലെ സർക്കാർ ആശുപത്രിയിൽ ഇന്ത്യക്കാരൻ ചികിത്സയിലാണ്. ഇദ്ദേഹം ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് എംബസി സൗദി അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. താമസിക്കുന്ന കെട്ടിടത്തിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ എംബസി സൗദിയിലെ എല്ലാ ഇന്ത്യക്കാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അൽഖർജ് ഉള്ളത് റിയാദിനടുത്താണ്. അമേരിക്കൻ സൈനിക താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായത് ഇന്നലെയാണ്. 36 ഡ്രോണുകളാണ് സൗദിക്ക് നേരെ ഇന്നലെ മാത്രം ഉണ്ടായത്. അതിൽ കൂടുതലും റിയാദിനെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം ഉണ്ടായത്. റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടർ, അതോടൊപ്പം തന്നെ റിയാദിനടുത്ത് അൽഖർജ്, റുബൽ ഖാലി മരുഭൂമിയിലെ ഷൈബ എണ്ണപ്പാടം, റാസ്തന്നൂരയിലെ അരാംകോ എണ്ണ ശുദ്ധീകരണശാല, അൽജോഫ് തുടങ്ങിയവയൊക്കെയാണ് ഇതുവരെ ആക്രമണം നേരിട്ട സ്ഥലങ്ങൾ. അതേസമയം ഇറാൻ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു അമേരിക്കൻ സൈനികൻ സൗദിയിൽ കൊല്ലപ്പെട്ടു. അമേരിക്കൻ സെൻട്രൽ കമാൻഡാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മാർച്ച് 1-ന് സൈനിക കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് ഈ സൈനികന് ഗുരുതരമായി പരിക്കേറ്റത്. ഇതോടെ മേഖലയിൽ മരിച്ച അമേരിക്കൻ സൈനികരുടെ എണ്ണം 7 ആയി. 6 പേര് കുവൈറ്റിലാണ്. ഹാഷ്മി, കൃഷ്ണ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.